നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കും വളർന്നു വരുന്നത് ഒരു ആൺകുട്ടിയല്ലേ? നീ ഞങ്ങളോട് ഇങ്ങനെ കണക്ക് പറയുന്നതിന് ദൈവം അവനെ കൊണ്ടും നിന്റെ അടുത്തും കണക്ക് പറയിപ്പിക്കും. നോക്കിക്കോ. 10 മാസം നിന്നെ വയറ്റിൽ കൊണ്ടു നടന്ന നിന്റെ അമ്മയെ പറയുന്നത് കഴിഞ്ഞോ? എന്റെ നോട്ടം എപ്പോഴും എന്റെ നേട്ടങ്ങളിൽ മാത്രം. അതിനി മുൻ MLA കുറുപ്പ് സാറിന്റെ കാര്യത്തിലായാലും ശരി. മതി. നേട്ടമല്ലേ സാഗറിന്റെ നോട്ടം? അതുണ്ടാവും. ഞാൻ പറയുന്ന സഹായങ്ങൾ സാഗർ എനിക്ക് ചെയ്തു തന്നാൽ സാഗറിന് തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടാവും. അത് മതി, ഒരു പരസ്പര സഹായം. എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ്, അതിന് സഹായിക്കുന്ന ബിസിനസ് ഡീൽസ്, അതാണ് എന്റെ ലക്ഷ്യം. അതാണ് ഞാൻ കുറുപ്പ് സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പകരമായിട്ട് എന്തും, എത്ര റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും ഞാൻ ചെയ്തു തരും. അപ്പൊ ഇനി കാര്യത്തിലേക്ക് വരാം. എന്നൊരു പെണ്ണ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അവൾ എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. വല്ല ചിന്ന വീട് സെറ്റപ്പ് ആണോ സാറേ? അല്ല, രാഷ്ട്രീയക്കാരനല്ലേ, അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഏയ്, അത്തരം ചീപ്പ് പരിപാടികളൊന്നും കുറുപ്പിനില്ല. കുറുപ്പ് സാർ അത്രക്കാരനൊന്നും അല്ല. പിന്നെ ഇത് സാഗർ ഉദ്ദേശിച്ച പോലൊന്നും അല്ല. ഒരുത്തി കുറച്ച് നാളുകളായിട്ട് എനിക്കെതിരെ ഇല്ലാത്ത കേസുമായി സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുക. എന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കണം, അതാണ് അവളുടെ ലക്ഷ്യം. പെണ്ണാരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. പറഞ്ഞാല് പെണ്ണിനെ സാഗർ അറിയും. സാഗർ ഇപ്പൊ നടത്തുന്ന കമ്പനിയിലെ പഴയൊരു സ്റ്റാഫ്. പേര് വന്ദന. അപ്പൊ എന്റെ ഊഹം കറക്റ്റായി. അതെ, വന്ദന. അവള് രാജീവ് മേനോന്റെ ആക്സിഡന്റിന്റെ എൻക്വയറി റീ ഓപ്പൺ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അതും കുറുപ്പ് സാറുമായിട്ട് എന്താ ബന്ധം? അല്ല, അതുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. ഇത് വേറെ കേസ്. അല്ല, സാഗർ എന്താ ആലോചിക്കുന്നത്? ഈ വന്ദനെ എങ്ങനെ പൂട്ടണമെന്ന് ആലോചിക്കായിരുന്നു. ഓ, ധൃതിയൊന്നും വേണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അത് വെറുതെ ആലോചിച്ച പോരാ, സമയമെടുത്ത് ആലോചിക്കണം. ഞാൻ സമയമെടുത്ത് ആലോചിക്കാം. പക്ഷേ ബിസിനസ് ഡീലിങ്സ് ഒപ്പുവെക്കാൻ നാളെ തന്നെ ആളെ വിടും. റെഡിയല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ സെക്രട്ടറി ഡീൽ ചെയ്യും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. ഓക്കെ. ഇനി കുറുപ്പ് സാറിന് വന്ദനയുടെ പേടിയേ വേണ്ട, ധൈര്യമായിട്ട് വയ്ക്കോ. താങ്ക് യു. അപ്പോ
എന്താ അവിടെ ഇരുട്ടത്ത് വന്നിരിക്കുന്നേ? ആർക്കും ഉറക്കമില്ലേ? കറണ്ട് ചാർജ് ലാഭിക്കാൻ ടി വി ഓൺ ആക്കിയിട്ടില്ല, ലൈറ്റ് വിട്ടിട്ടില്ല. അതുകൊണ്ട് ടൈം പാസ് ഒന്നുമില്ല. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്നിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫാൻ ഇട്ടാലും കറണ്ട് ചാർജ് കൂടുമല്ലോ, അതുകൊണ്ട് ഫാനും ഇട്ടിട്ടില്ല. ഇവിടെ വന്നിരുന്ന നല്ല ശുദ്ധവായു കിട്ടും, അത് മതി. ഈ കുത്തുവാക്ക് കേട്ടാലൊന്നും പ്രകാശം കുലുങ്ങാനൊന്നും പോകുന്നില്ല. നടപടികൾ ഇനിയും കടുക്കും. എല്ലാവരും പാഠം പഠിച്ചിരിക്കും. പച്ചമുളകും കടിച്ചു കൂട്ടി കഞ്ഞി കുടിക്കുന്ന ഗതികെട്ട പാഠം പഠിക്കാൻ തുടങ്ങുവാണോ നീ? അങ്ങനെ വന്നാലും കുഴപ്പമില്ലമ്മേ. ചിക്കന്റെ മീൻകറിയുടെ ഒക്കെ മണമടിച്ച് ആഹാരം കഴിക്കാനുള്ള ശീലം ഓരോരുത്തര് ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് കഴിച്ചാലും ആ എഫക്റ്റ് ഉണ്ടാവും, അല്ലേ പ്രകാശേട്ടാ? ഡാടാ, പണക്കാരിയായ ഭാര്യയുടെ ചെലവില് അമൃത് മോന്തിയാലും പച്ചവെള്ളത്തിന്റെ എഫക്റ്റേ ഉണ്ടാവൂ. ഈ നിയന്ത്രണ സ്വഭാവം നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എത്രമാത്രം കാശ് ലാഭിക്കാമായിരുന്നു. എന്തായാലും എന്റെ ചെലവിൽ അർഹതയില്ലാത്തവർ അർമാദിക്കുന്ന ഈ ഏർപ്പാട് ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. മോനെ പ്രകാശേ, ഒന്നവിടെ നിന്നേ. നീ ഞങ്ങളുടെ ഇരട്ടപ്പെട്ട മക്കളിൽ മൂത്തവനാ. അല്പസമയം വ്യത്യാസമേ ഉള്ളൂ വസന്തയായിട്ട്. നിന്നെയും വസന്തയും അമ്മ ഗർഭിണിയായിരുന്നപ്പോഴേ നിങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി നിന്റെ അച്ഛൻ വാങ്ങിത്തന്ന പ്രോട്ടീനുള്ള ആഹാരത്തിന് കയ്യും കണക്കൊന്നുമില്ല. നിങ്ങൾ ജനിച്ചപ്പോഴോ ധാരാളം വസ്ത്രങ്ങളും സുഗന്ധ വസ്തുക്കളും കളിപ്പാട്ടങ്ങളും സ്വന്തം മക്കൾക്കായി വാങ്ങിത്തന്നു. പഠിക്കുമ്പോഴും കുട്ടികൾ വിശന്നിരിക്കാതെ നല്ല ആഹാരവും പഠിക്കാനുള്ള ബുക്കും യൂണിഫോമും എല്ലാം വാങ്ങിത്തന്നു. രാത്രിയും പകലും വെയിലും മഴയും കൊണ്ട് ആ പാവം മനുഷ്യൻ നിങ്ങളെ വളർത്തിയത്. പാഠപുസ്തകത്തിനും പിക്നിക്കിനും കടയിൽ നിന്ന് മിഠായി വാങ്ങാനും നിങ്ങളുടെ അച്ഛന്റെ നേരെ കൈനീട്ടിയപ്പോ അദ്ദേഹം ഇല്ലാന്നൊരു വാക്കുപോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ കാശ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അവരെന്റെ മക്കളാ, എന്നോടല്ലാതെ ആരുടെ മുമ്പിൽ അവര് കൈ നീട്ടുന്നു. അങ്ങനെയാടാ നിങ്ങളെയൊക്കെ അദ്ദേഹം ഇതുവരെ വളർത്തിയത്. നിനക്കും വളർന്നു വരുന്നത് ഒരു ആൺകുട്ടിയല്ലേ? നീ ഞങ്ങളോട് ഇങ്ങനെ കണക്ക് പറയുന്നതിന് ദൈവം അവനെ കൊണ്ടും നിന്റെ അടുത്തും കണക്ക് പറയിപ്പിക്കും. നോക്കിക്കോ. 10 മാസം നിന്നെ വയറ്റിൽ കൊണ്ടു നടന്ന നിന്റെ അമ്മയെ പറയുന്നത്. കഴിഞ്ഞോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.